ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഉപാധികളോടെയാണ് ജാമ്യം. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് നടന്നതെന്നും ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്നും കോടതി നിരീക്ഷിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരുപക്ഷേ ഈ കേസിന്റെ മുന്നോട്ടു പോക്കിനെ തന്നെ ബാധിക്കാവുന്ന തരത്തിലാണോ നിരീക്ഷണങ്ങൾ? വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിലാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉള്ളത്. പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ബലാത്സംഗം നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് പലയിടങ്ങളിൽ വെച്ച് നടന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇത്ര ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കൊപ്പം പിന്നീട് ഈ യുവതി പോയത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് കോടതി പറയുന്നു. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മറ്റൊന്ന് അതിജീവിതയും അതോടൊപ്പം പ്രോസിക്യൂഷനും ഉയർത്തിയത്. പക്ഷേ ചാറ്റുകൾ വായിച്ചപ്പോൾ ഈ യുവതിയുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് ഗർഭചിത്രം നടത്തിയതെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം ആ സമ്മതം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി പ്രകാരമാണ് എങ്കിൽ അത് ഇനിയിപ്പോ വിചാരണ വേളയിലാണ് അത് കണ്ടെത്തേണ്ടതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ ഇയാളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ വഞ്ചിച്ച് ഗർഭിണിയാക്കുക എന്നുള്ളത്, പിന്നീട് അത് ഗർഭചിത്രം നടത്തുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ മറ്റ് കേസുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന് ഈ കേസിൽ പരിഗണിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കാരണം ഇത് ആദ്യ കേസാണ്. ഇതിനു മുൻപ് രാഹുലിന് ആന്റിസിഡൻസ് ഇല്ല ബലാത്സംഗവുമായി ബന്ധപ്പെട്ട്. ഇതിനുശേഷം പോസ്റ്റ് ഇൻസിഡൻസ് ആണുള്ളത്. അതുകൊണ്ട് ഇതിനുശേഷമാണ് മറ്റ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ നിലനിൽക്കുമെന്ന് പറയുന്ന ഈ ഹാബിച്വൽ ഒഫൻഡിംഗ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും 16-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്നും രാഹുലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.